കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവ രഹസ്യങ്ങളെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന ഈ നോമ്പുകാല ചിന്തകളുടെ 20-ാം ദിവസമായി ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെല്ലാവരും പ്രാർത്ഥനയോടെ അണഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവ രഹസ്യങ്ങളെ ധ്യാനിക്കുവാനും ആ രഹസ്യങ്ങളെ ധ്യാനിച്ചുകൊണ്ട് അവയിൽ നിന്ന് ആത്മീയ ചൈതന്യം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനും നവീകരിക്കുവാനും നമ്മളെല്ലാവരും ഈ നോമ്പുകാലത്ത് പരിശ്രമിക്കുകയാണ്. ഓൺലൈനിലൂടെയുള്ള ഈ നോമ്പുകാല ചിന്തകളിൽ പങ്കുചേരുന്ന നിങ്ങളെല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന നമുക്ക് വിചിന്തന വിഷയമായി നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളാണ്. അവിടെ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: ഈശോ വീണ്ടും വഞ്ചിയിൽ കയറി മറുകരയിലെത്തിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവന് ചുറ്റും കൂടി. അവൻ കടൽ തീരത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ സിനഗോഗ് അധികാരികൾ ഒരുവനായ ജായിറോസ് അവിടെ വന്നു. അവൻ യേശുവിനെ കണ്ട് കാൽക്കൽ വീണ് അപേക്ഷിച്ചു: എൻ്റെ കൊച്ചുമകൾ മരിക്കാറായി കിടക്കുന്നു. അങ്ങ് വന്ന് അവളുടെ മേൽ കൈകൾ വെച്ച് രോഗം മാറ്റി അവളെ ജീവിപ്പിക്കണമേ. ഈശോ അവൻ്റെ കൂടെ പോയി. വലിയൊരു ജനക്കൂട്ടം തിങ്ങി നെരുങ്ങി പിന്തുടർന്നു. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. പല വൈദ്യന്മാരുടെ അടുത്ത് പോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. അവൾ യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു. ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ അവൻ്റെ പിന്നിൽ ചെന്ന് അവൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചു. അവൻ്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കുമെന്ന് അവൾ വിചാരിച്ചിരുന്നു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. താൻ രോഗമുക്തിയായിരിക്കുന്നുവെന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു. ഈശോയാകട്ടെ തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടതറിഞ്ഞ് പെട്ടെന്ന് ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞു ചോദിച്ചു: ആരാണ് എൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത്? ശിഷ്യന്മാർ അവനോട് പറഞ്ഞു: ജനക്കൂട്ടം മുഴുവൻ നിനക്ക് ചുറ്റും തിക്കിക്കൂടുന്നത് നീ കാണുന്നില്ലേ? എന്നിട്ടും ആരാണ് എന്നെ സ്പർശിച്ചതെന്ന് നീ ചോദിക്കുന്നുവോ? ആരാണത് ചെയ്തതെന്നറിയാൻ അവൻ ചുറ്റും നോക്കി. ആ സ്ത്രീയെ തനിക്ക് സംഭവിച്ചതറിഞ്ഞ് ഭയന്ന് വിറച്ച് അവൻ്റെ കാൽക്കൽ വീണ് സത്യം തുറന്നു പറഞ്ഞു. അവൻ അവളോട് പറഞ്ഞു: മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോവുക, വ്യാധിയിൽ നിന്ന് വിമുക്തയായിരിക്കുക. ഈശോ സംസാരിച്ചു കൊണ്ടിരിക്കെ സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്ന് ചിലർ വന്ന് പറഞ്ഞു: നിന്റെ മകൾ മരിച്ചു, ഗുരുവിനെ ഇനിയും എന്തിനു ബുദ്ധിമുട്ടിക്കുന്നു? അത് കേട്ട് ഈശോ സിനഗോഗ് അധികാരിയോട് പറഞ്ഞു: ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. പത്രോസും യാക്കോബും യോഹന്നാൻ്റെ സഹോദരൻ യോഹന്നാനും ഒഴികെ മറ്റാരും തന്നോടുകൂടി പോരാൻ അവൻ അനുവദിച്ചില്ല. അവൻ സിനഗോഗ് അധികാരിയുടെ വീട്ടിലെത്തി. അവളെ ആളുകൾ ബഹളം വയ്ക്കുകയും ഉച്ചത്തിൽ കരയുന്നതും അലമുറയിടുന്നതും അവൻ കണ്ടു. അകത്ത് പ്രവേശിച്ച് അവൻ അവരോട് പറഞ്ഞു: എന്തിനാണ് നിങ്ങൾ ബഹളം വയ്ക്കുകയും വിലപിക്കുകയും ചെയ്യുന്നത്? കുട്ടി ഇനിയും മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. അവർ അവനെ പരിഹസിച്ചു. അവനാകട്ടെ അവരെ എല്ലാവരെയും പുറത്താക്കി അനന്തരം പെൺകുട്ടിയുടെ മാതാപിതാക്കന്മാരെയും തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെയും കൂട്ടിക്കൊണ്ട് അവളെ കിടത്തിയിരുന്നിടത്തേക്ക് അവൻ ചെന്നു. അവൻ അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ബാലിക എഴുന്നേൽക്കുക എന്നർത്ഥമുള്ള തലീത്ത കൂമി എന്ന് പറഞ്ഞു. തൽക്ഷണം ബാലിക എഴുന്നേറ്റ് നടന്നു. അവൾക്ക് 12 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അവർ അത്യന്തം വിസ്മയിച്ചു. ആരും ഈ വിവരം അറിയരുതെന്ന് ഈശോ അവർക്ക് കർശനമായ ആജ്ഞ നൽകി. അവൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ അവൻ നിർദ്ദേശിക്കുകയും ചെയ്തു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് പ്രവർത്തിച്ച അത്ഭുതങ്ങളിൽ വളരെ ശ്രദ്ധേയമായ ഒന്നാണ് ശതാധിപനായ ജൈറോസിൻ്റെ കൊച്ചുമകളെ സുഖപ്പെടുത്തിയതായ സംഭവം. എന്നാൽ ആ സംഭവത്തിനോടൊപ്പം തന്നെ സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു ശ്രദ്ധേയമായ അത്ഭുതത്തെക്കുറിച്ചാണ്
ഇന്നത്തെ സുവിശേഷത്തിൽ പരാമർശിച്ചിട്ടുള്ള മറ്റൊരു കാര്യം, അത് വർഷങ്ങളായി 12 വർഷമായി രക്തസ്രാവം ബാധിച്ച ഒരു സ്ത്രീയുടെ സൗഖ്യത്തെക്കുറിച്ചുള്ള പരാമർശനമാണ്. ഈ സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലെപ്പോഴും കടന്നു വരുന്ന ഒരു കാര്യം നമ്മുടെ കർത്താവിൻ്റെ ആ ഉന്നതവും വിശാലവുമായ മനോഭാവത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. ഈശോയും ശിഷ്യന്മാരും വഞ്ചിയിൽ കയറി മറുകരയിലെത്തിയപ്പോൾ ജനക്കൂട്ടം തിങ്ങി നിരങ്ങി അവിടുത്തെ കാണാനായിട്ട് വരികയാണ്. കാരണം ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങളെക്കുറിച്ചറിഞ്ഞ്, അല്ലെ ഈശോ പ്രവർത്തിക്കുന്ന രോഗശാന്തികളെക്കുറിച്ചറിഞ്ഞ് രോഗമുണ്ടായിരുന്നവരും വിഷമിക്കുന്നവരും ഈശോയുടെ അടുക്കിലേക്ക് ഓടിയെടുക്കുന്നു. രോഗികളെയും കൊണ്ട് ആളുകൾ വരുന്നു. ഇന്ന് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഏറെ അറിയപ്പെടുന്നൊരു പ്രാർത്ഥനാ കേന്ദ്രമാണ് കൃപാസനം. ജനങ്ങളെല്ലാം അങ്ങോട്ട് ഓടിക്കൂടുകയാണ്. ചിലർ അതിനെ നോക്കി കളിയാക്കുകയും കുറ്റാരോപണം നടത്തുകയൊക്കെ ചെയ്യും. അത് സ്വാഭാവികമാണ്. പക്ഷെ ജനക്കൂട്ടത്തിൻ്റെ ഒഴുക്കിന് അതുകൊണ്ട് കുറവുണ്ടാക്കാൻ സാധിക്കില്ല. വേദനിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്ന മനുഷ്യർക്ക് ആശ്വാസം ആവശ്യമാണ്. എവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടോ, ദൈവാനുഗ്രഹമുണ്ടോ, സൗഖ്യത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നുണ്ടോ, ആ സ്ഥലങ്ങളിലേക്ക്, ധ്യാനകേന്ദ്രങ്ങളിലേക്ക്, തീർത്ഥകേന്ദ്രങ്ങളിലേക്ക് ആളുകൾ ഓടിയെത്തുക സ്വാഭാവികമാണ്. ഇന്നത്തെ സുവിശേഷത്തിലെ പരാമർശനം അത് തന്നെയാണ്. യേശുവും ശിഷ്യന്മാരും ഗനേസറത്ത് തടാകത്തിൻ്റെ ഒരു കരയിലേക്ക് വഞ്ചിയിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ജനക്കൂട്ടം ആ യേശുവും ശിഷ്യന്മാരും സഞ്ചരിച്ചിരുന്ന വഞ്ചിയുടെ ദിശ നോക്കി ഓടി കരയിലെത്തുകയാണ്. എല്ലാവരും അവൻ കടൽ തീരത്ത് കാത്തു നിൽക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ കാത്തു നിൽക്കുമ്പോഴാണ് സിനഗോഗ് അധികാരികൾ ഒരുവനായ ജായിറോസ് എന്ന് പറയുന്ന മകൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗം വീണ് അപേക്ഷിക്കുകയാണ്, എൻ്റെ കൊച്ചുമകൾ മരിക്കാറായി കിടക്കുന്നു, അങ്ങ് വന്ന് അവളുടെ മേൽ കൈകൾ വെച്ച് രോഗം മാറ്റി അവളെ ജീവിപ്പിക്കണമേ, അവൾക്ക് ജീവൻ നൽകണമേ. വളരെ സ്വാഭാവികമായ ഒരു അഭ്യർത്ഥനയാണ്. നമ്മൾ ഓർക്കണം, ഒരു ശതാധിപൻ്റെ പൊസിഷൻ, അന്നത്തെ റോമൻ പട്ടാളത്തിലെ 100 പട്ടാളക്കാരുടെ അധിപനാണ് ഒരു ശതാധിപൻ. അത്ര സൈനിക സ്വാധീനമുള്ള ഉയർന്ന ഒരു ഓഫീസറാണ് യേശുവിൻ്റെ അടുക്കൽ യേശുവിൻ്റെ മഹത്വത്തെക്കുറിച്ചും രോഗശാന്തി നൽകാനുള്ള കഴിവിനെക്കുറിച്ചും സിദ്ധിയെക്കുറിച്ചും എല്ലാം കേട്ടറിഞ്ഞ് തൻ്റെ കൊച്ചുമകളുടെ വേദന മാറ്റാൻ സൗഖ്യത്തിന് വേണ്ടി ഈശോയുടെ അടുക്കലേക്ക് വരുന്നത്. വന്നു എന്ന് മാത്രമല്ല, അവൻ വന്ന് യേശുവിനെ കണ്ട് കാൽക്കൽ വീണാണ് അപേക്ഷിക്കുന്നത്. താണു വീണ് അപേക്ഷിക്കുകയാണ്, എൻ്റെ കൊച്ചുമകളെ രക്ഷിക്കണം. അവിടെ നമ്മൾ കാണുന്ന ശ്രദ്ധേയമായൊരു കാര്യം, ഈ ശതാധിപൻ വന്ന് ഈശോയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈശോ ഉടനെ പറയുകയാണ്, ഈശോയും ശിഷ്യന്മാരും ഈ ഒരു കാര്യം കണ്ടല്ല ഈ കരയിലേക്ക് ഇറങ്ങിയത്, മറിച്ച് ഏതോ ദശയിലേക്ക് പോകാനായിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ശതാധിപൻ വരുന്നത്. അവൻ വന്ന് ഈ വിഷമം പറയുന്നു. ഈശോയുടെ മനസ്സ് എത്രയോ വിശാലമാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നൊരു സംഭവമാണിത്. ഉടനെ ഈശോ പറഞ്ഞത്, ഞാൻ വന്ന് അവളെ സുഖപ്പെടുത്താം. അതാണ് അടുത്ത കർത്താവ് അവനോട് പറഞ്ഞതാണ്. ഈശോ പറയും അവളോട്, ഞാൻ കൈകൾ വെച്ച് സുഖപ്പെടുത്തണമേ എന്ന് പറഞ്ഞു. ഉടനെ ഈശോ അവനോടുകൂടി പോയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവനോടുകൂടി പോയി. ഈശോ മറ്റെല്ലാ പ്രോഗ്രാമും മാറ്റിവെച്ചു. എന്നിട്ട് ആ മകൻ്റെ വേദന അകറ്റാൻ വേണ്ടി, അവൻ്റെ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ വേണ്ടി, ആ കൊച്ചുമകളെ സുഖപ്പെടുത്താൻ വേണ്ടി ശതാധിപനോടൊപ്പം പോകാൻ തീരുമാനിച്ചായി. ഈശോയുടെ ആ വലിയ മനസ്സ്, ആ ഷെഡ്യൂൾഡ് പ്രോഗ്രാം പോലും മാറ്റി ഈശോ പ്രോഗ്രാം ചാർട്ട് തന്നെ മാറ്റിക്കളഞ്ഞു. ശതാധിപൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള മനസ്സ് കാണിക്കുന്ന ആ ഈശോയുടെ മനസ്സ് നമ്മൾ അറിയണം. പലപ്പോഴും നമ്മൾ ഈശോയെ അറിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. ആ ഈശോയുടെ മനസ്സറിഞ്ഞിട്ടില്ല, ആ ഈശോയുടെ കരുതൽ അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ നമ്മളത് കാണുന്നത്, ആ മകൻ്റെ കൂടെ പോയി ഇത്രയും ദൂരത്തേക്ക് പോകാൻ തിരുമനസ്സായ കർത്താവ് ഈശോ അവനോട് കൂടെ പോയെന്നാണ് പറയുന്നത്. ഒപ്പം ജനക്കൂട്ടവും പോവുകയാണ്. ഉടനെ വണ്ടിയെ കയറി, കുതിരവണ്ടിയെ കയറി ഈശോ പോവുകയല്ല ചെയ്തത്, മറിച്ച് നടന്നു പോവുക. ജനക്കൂട്ടം ഒപ്പം നടക്കുക, തിങ്ങി നിൽക്കണ്ട വലിയൊരു ജനക്കൂട്ടം തിങ്ങി നെരുങ്ങി അവനെ പിന്തുടർന്നു എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ എല്ലാവരോടും കൂടി പോകുന്ന ആ കർത്താവ്, അപ്പോഴാണ് ഇന്ന് നമ്മുടെ സുവിശേഷത്തിൽ പറയുന്ന മറ്റൊരു സൗഖ്യം സംഭവിക്കുന്നത്. അവിടെ പറയുന്നത് 12 വർഷമായി രക്തസ്രാവം മൂലം വേദനിക്കുന്ന ഒരു സ്ത്രീ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. പല വൈദ്യന്മാരുടെ അടുത്ത് പോയി ചികിത്സിച്ചിട്ടും
ഒത്തിരിയേറെ പണം ചെലവാക്കിയിട്ടും രോഗം സൗഖ്യപ്പെട്ടില്ലെന്ന് മാത്രമല്ല, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു ദുരവസ്ഥയിലായിരുന്നു ആ സ്ത്രീ കഴിഞ്ഞിരുന്നത്. വേദനിക്കുന്ന മനുഷ്യരുടെ വേദന അറിയാൻ പലർക്കും കഴിയാറില്ല, അവരുടെ ദുഃഖങ്ങൾ അറിയാൻ കഴിയാറില്ല. പുറത്തുനിന്ന് കമൻ്റ് അടിക്കാൻ സാധിക്കും, ഓ ഇതിലൊക്കെ എന്ത് കാര്യം, രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ എന്ത് കാര്യം, അല്ലെ അവിടെ പോകുന്നതിൽ എന്ത് കാര്യം, അതിന് ആശുപത്രികളില്ലേ. വേദനയില്ലാത്തവന് ഇതൊക്കെ പറയാം, രോഗത്തിൻ്റെ പീഡകളിൽ പെടാത്തവർക്ക് ഇത് പറയാം, ചികിത്സിക്കാൻ കഴിവുള്ളവർക്കും കാശുള്ളവർക്കും ഇത് പറയാം. പക്ഷേ വേദനയുടെ ആധിക്യം, ദുഃഖങ്ങളുടെ ആധിക്യം മനുഷ്യ മനസ്സിനെ തളർത്തിക്കളയുന്നൊരു യാഥാർത്ഥ്യമാണ്. ആ വേദനയിൽ എവിടെ ആശ്വാസം കിട്ടുന്നു അവിടേക്ക് ജനങ്ങൾ ഒഴുകിയെത്തും. ഈ മകളും ഈശോയെ കാണാൻ വന്നത് അവളുടെ വേദനയുടെ ആധിക്യം കൊണ്ടാണ്. എന്നാൽ അവൾക്കറിയാം ആ ഈശോയുടെ അടുത്ത് ചെല്ലാനോ ഈശോയുടെ ഇത് പറയാനോ സാധിക്കുമെന്ന് അവൾ കരുതിയില്ല, സാധിക്കുമായിരുന്നില്ല. മാത്രമല്ല ഇതൊക്കെ തുറന്നു പറയാൻ വിഷമം ഉണ്ടാവും ചിലപ്പോൾ അവൾക്ക്. അങ്ങനെ ഇരിക്കെ അവൾ മനസ്സ് വിചാരിച്ചത്, എനിക്ക് ഈശോയെ കാണാൻ പറ്റിയില്ലെങ്കിലും അവൻ്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന് അവൾ വിചാരിച്ചിരുന്നു, അവൾ വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസത്തോടെയാണ് ആ രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയുടെ അടുക്കലേക്ക് എത്തുന്നത്. പക്ഷെ തിക്കിലും തിരക്കിലും പെട്ട് ഈശോയെന്ന് സ്വസ്ഥമായിട്ട് തൊടാൻ അവൾക്ക് സാധിച്ചില്ല, ഈശോയുടെ അടുത്തെത്താൻ സാധിച്ചു. പക്ഷെ അവൾ തിക്കിനെരുക്കി പുറകിലൂടെ ചെന്ന് അവിടുത്തെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ചു എന്നാണ്, വസ്ത്രത്തിൽ സ്പർശിച്ചു എന്നാണ് പറയുന്നത്. ഈശോയെ അവൾ തൊട്ടില്ല, പക്ഷെ ഈശോ ഇട്ടിരുന്ന വസ്ത്രത്തെയാണ് തൊട്ടത്. ആ നിമിഷം അവളിൽ ശക്തി പ്രവർത്തിക്കുകയും അവൾക്ക് സൗഖ്യം ലഭിക്കുകയും ചെയ്യുന്നു. ഇത് വലിയൊരു അത്ഭുതവും അനുഗ്രഹവുമാണ് നമുക്ക് കാണിച്ചു തരുന്നത്, വലിയൊരു പാഠമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഞാൻ പലപ്പോഴും ദേവാലയങ്ങളിലായിരിക്കുമ്പോൾ, തിരുനാളുകളിൽ പോകുമ്പോൾ വിശ്വാസികൾ വന്ന് തിരുസ്വരൂപം തൊട്ട് പ്രാർത്ഥിക്കാൻ വരുന്നത് കാണാറുണ്ട്. ചില തീർത്ഥാടന കേന്ദ്രങ്ങളിലാണെങ്കിൽ ആ തിരക്ക് ഭയങ്കരമാണ്, ആളുകൾക്ക് സ്വസ്ഥമായൊന്ന് തൊടാൻ പോലും സാധിച്ചപ്പോൾ വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം ആളുകൾക്കൊന്ന് തൊട്ട് പ്രാർത്ഥിക്കാൻ പോലും സമയം കിട്ടണില്ലല്ലോ. ചിലയിടത്ത് ആളുകളെ തള്ളി മാറ്റാറുണ്ട് പ്രാർത്ഥിക്കാൻ നിൽക്കുന്നവർ, അവനൊന്ന് പ്രാർത്ഥിച്ച് തീരാനുള്ള സമയമില്ല, കാരണം തിരക്കാണ്. പക്ഷെ അവിടെയും ആ തിരുസ്വരൂപത്തെ ഒന്ന് തൊടാൻ പലപ്പോഴും സാധിക്കാറില്ല, കാരണം ആ തിരുസ്വരൂപം പല സ്ഥലങ്ങളിലും രൂപക്കൂടുകൾ ഉണ്ടാക്കി ചില്ലുകളിട്ട് രൂപത്തെ ഒന്ന് തൊടാൻ പോലും പറ്റാത്ത വിധത്തിൽ ആക്കി വെച്ചിരിക്കുകയാണ്. എങ്കിലും വിശ്വാസികൾ വന്ന് പ്രാർത്ഥനയോടെ നെടുവീർപ്പുകളോടെ അവിടെ ഹൃദയങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചാൽ ചില്ലിൽ തൊട്ട് പ്രാർത്ഥിച്ചു പോകുന്നത് കാണുന്നുണ്ട്. പക്ഷേ ആ ചില്ലിൽ തൊടുന്നവർക്ക് പോലും സൗഖ്യം ലഭിക്കുക. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ആ ഈശോയുടെ അനുഗ്രഹം വരാൻ വിശ്വാസത്തോടു കൂടിയ സ്പർശം മതി. അവർ രൂപത്തെ തൊട്ടാൽ പ്രാർത്ഥിച്ചാൽ മതി, അവിടെ ശക്തി ഒഴുകും. ഇനി രൂപത്തെ തൊടാൻ പറ്റിയില്ല, രൂപം വെച്ചിരിക്കുന്ന രൂപ കൂടെ തൊട്ട് പ്രാർത്ഥിക്കുന്നവർക്ക് പോലും സൗഖ്യം ലഭിക്കുകയാണ്. കാരണം ദൈവത്തിൻ്റെ ശക്തിയുടെ ഒഴുക്ക് വിശ്വാസികളുടെ ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക് ഒഴുകും. ആ ശക്തിയാണ് സുഖപ്പെടുത്തുന്നത്. അതിന് ഒരുപക്ഷെ ചിലപ്പോൾ ആശീർവദിച്ചൊരു വെള്ളം കുടിച്ചാൽ മതി, അതിലൂടെ ശക്തി പ്രവർത്തിക്കും. ആശീർവദിച്ചിട്ട് ഉപ്പിട്ട് കഞ്ഞി കുടിച്ചാൽ മതി, അവിടെ സൗഖ്യം സംഭവിക്കും. എന്താ കാരണം? ഉപ്പിൻ്റെ ശക്തിയല്ല, ആ ഉപ്പിലൂടെ കടന്നു വരുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്, സൗഖ്യത്തിൻ്റെ ശക്തിയാണ്. ആ വെള്ളത്തിലൂടെ കടന്നു വരുന്ന, ആ സ്പർശനത്തിലൂടെ കടന്നു വരുന്ന ശക്തിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിതറിയണം. ഇപ്പം ദൈവത്തിൻ്റെ ശക്തി നമ്മിലേക്ക് രണ്ട് തരത്തിൽ വരും. ഒന്ന്, കർത്താവ് സ്പർശിച്ചവർ സൗഖ്യം പ്രാപിച്ചു. രണ്ട്, കർത്താവിനെ സ്പർശിച്ചവർ സൗഖ്യം പ്രാപിച്ചു. പക്ഷെ വിശ്വാസത്തോടു കൂടി വേണം കർത്താവിനെ സ്പർശിക്കാൻ. അതാണ് വ്യത്യാസം. വിശ്വാസത്തോടു കൂടി നമ്മൾ കർത്താവിനെ പ്രാർത്ഥിക്കുകയും അവിടുത്തെ തൊട്ട് പ്രാർത്ഥിക്കുകയും, പ്രത്യേകിച്ച് തൊട്ട് പ്രാർത്ഥിക്കണം. ആ നിമിഷം കരണ്ടടിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ശക്തി നമ്മിലേക്ക് പ്രവഹിക്കും. ആ ശക്തി നമ്മളെ സുഖപ്പെടുത്തും. ഇവിടെ ആ വസ്ത്രത്തെ തൊട്ട സ്ത്രീയിലേക്ക് കർത്താവിൻ്റെ ശക്തി പ്രവഹിച്ചു എന്നാണ് വചനത്തിൽ പറയുന്നത്. ഈശോയ്ക്ക് അത് ഫീൽ ചെയ്തു. ശക്തി വരുന്ന ഈശോയിൽ നിന്നാണ്, വസ്ത്രത്തിൽ നിന്നല്ല. പക്ഷേ ഈശോയ്ക്ക് അത് ഫീൽ ചെയ്തു, കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കുന്നു. ഈ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ, തിങ്ങിനിറങ്ങി പോകുന്ന ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഈശോ തിരിഞ്ഞു നിന്നിട്ടാണ് ചോദിക്കുന്നത്, ആരാണ് എൻ്റെ വസ്ത്രത്തെ സ്പർശിച്ചത്? കർത്താവ് തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കുന്നു. ഉടനെ പെട്ടെന്ന് ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞ ഈശോ ചോദിച്ചു, ആരാണ് എൻ്റെ വസ്ത്രത്തെ സ്പർശിച്ചത്? ഉടനെ ശിഷ്യന്മാർ ഈശോയെ കളിയാക്കുക. ഈശോ, നീ എന്ത് മണ്ടത്തിലാ പറയണത്? ഇത്രയും ജനങ്ങൾ തിങ്ങിക്കൂടി തിക്കിനെരുക്കി നടക്കുമ്പോൾ ആരാണ് എൻ്റെ വസ്ത്രത്തെ സ്പർശിച്ചതെന്ന് നീ ചോദിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്?
ഉടനെ ശിഷ്യന്മാരോട് പറഞ്ഞു, ജനം മുഴുവൻ നിനക്ക് ചുറ്റും തിക്കിക്കൂടുന്ന നീ കാണുന്നില്ലേ? എന്നിട്ടും ആരാണെന്നെ സ്പർശിച്ചതെന്ന് നീ ചോദിക്കുന്നുവോ? ആരാണിത് ചെയ്തതെന്നറിയാൻ ഈശോ വീണ്ടും ചുറ്റും നോക്കി. ശിഷ്യന്മാരിത് പറഞ്ഞിട്ട് ഈശോയുടെ നോട്ടം മാറിയില്ല. അപ്പോൾ ഉടനെ ആ സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞ് ഭയന്ന് വിറച്ച്, കാരണം ഈശോയുടെ ചോദ്യം കേട്ട് വിഷമിച്ച് ഒരു നിമിഷം അവൾ ഭയപ്പെട്ടു പോയി. ഒരിക്കലും അവൾ വിചാരിച്ചില്ല ഈശോ ഇത് അറിയുമെന്ന്. പക്ഷേ തിരിഞ്ഞ് അവർ സത്യം തുറന്ന് പറഞ്ഞു. അവൻ കാൽക്കൽ വീണ് സത്യം തുറന്ന് പറഞ്ഞു, കർത്താവ്, ഞാനാണ് തൊട്ടത്. ഇതാ തൊട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിൽ സൗഖ്യം ഞാൻ അനുഭവിക്കുന്നു. ഉടനെ ഈശോ അവളോട് പറയുകയാണ്, ഈശോ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഈശോയുടെ മനസ്സ്. ഈ പീഡാനുഭവ ധ്യാനം നമ്മൾ തുടരുമ്പോൾ, നമ്മുടെ കർത്താവിൻ്റെ പീഡാസഹനങ്ങളെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈശോയുടെ ഈ മനസ്സ് നമ്മൾ കാണണം. രോഗികളോടും വേദനിക്കുന്നവരോടും അസ്വസ്ഥതപ്പെടുന്നവരോടുമുള്ള യേശുവിൻ്റെ ആ ഒരു മനസ്സ്, ഒരു കനിവ്, അനുകമ്പയാർന്ന ഹൃദയം കാണാൻ നമുക്ക് കഴിയണം. പലപ്പോഴും നമ്മൾ ആ യേശുവിനെ അടുപ്പിക്കാറില്ല, ആ യേശുവിനോട് അടുക്കാറില്ല, ആ യേശുവിൻ്റെ മനസ്സ് പലപ്പോഴും അറിയാറില്ല. പക്ഷേ ഈ സുവിശേഷ ഭാഗങ്ങൾ ഓരോന്നും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ കർത്താവിൻ്റെ ആ ഹൃദയത്തിൻ്റെ ഭാവമാണ്, അനുകമ്പയുള്ള ഭാവമാണ് കൂടുതലായി നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ കർത്താവിൽ നിന്ന് ശക്തി സ്വീകരിക്കുവാൻ നമ്മെ സഹായിക്കുന്ന വലിയൊരു കാര്യം നമ്മുടെ വിശ്വാസമാണ്. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്നവന് എല്ലാം സംഭവിക്കുമെന്ന് ഈശോ പറഞ്ഞു. വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ്. മർത്തായുടെ മറിയത്തോട് ഈശോ പറഞ്ഞ വചനമാണ് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാം വാക്യം. അവൻ ജീവിക്കുമെന്ന് പറഞ്ഞു, ലാസർ ജീവിക്കുമെന്ന് പറഞ്ഞവൻ മർത്താവ് പറഞ്ഞു, 4-ാം ദിവസമായി ഇതെങ്ങനെ സംഭവിക്കും? ഉടനെ മർത്തായോട് മറിയത്തോട് ഈശോ പറയുന്നത്, വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ്. വിശ്വസിച്ചാൽ നീ അത്ഭുതങ്ങൾ കാണുമെന്ന് ഈശോ അവളോട് പറഞ്ഞു. അതുപോലെ സംഭവിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ രഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ ആ രക്തസ്രാവക്കാരി സ്ത്രീ വിശ്വാസത്തോട് നടത്തിയ പ്രാർത്ഥന വഴി അവൾക്ക് ലഭിച്ച അനുഗ്രഹത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ അവളോട്, മകളെ, ശാന്തമായി പോവുക, സൗഖ്യമായിരിക്കുക എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ച് അയക്കുന്ന കർത്താവിനെ നമ്മൾ കാണുമ്പോൾ ഈശോയോട് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കും, കർത്താവേ, ഞങ്ങളെയും വിശ്വാസത്തിൽ ആഴപ്പെടുത്തണമേ. അങ്ങയുടെ കരുണയും സ്നേഹവും കൂടുതലായി മനസ്സിലാക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ കരുണയുള്ള ഹൃദയത്തെ ഞങ്ങൾ കാണുന്നു. അങ്ങയുടെ വാത്സല്യമാർന്ന സ്നേഹത്തെ ഞങ്ങൾ അറിയുന്നു. നീ എല്ലാവരോടും കരുണയുള്ളവനാണല്ലോ. ആ ശതാധിപൻ്റെ പ്രാർത്ഥന കേട്ട് അവൻ്റെ വീട്ടിലേക്ക് പോകാൻ തിരുമനസ് കാണിച്ച കർത്താവേ, ആ പോകുന്ന വഴി ആ രക്തസ്രാവക്കാരിയുടെ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥന കേട്ട് അവളെ അനുഗ്രഹിച്ച കർത്താവേ, ആ കൃപ സ്വീകരിച്ചവളെ വീണ്ടും ആശ്വസിപ്പിച്ച്, മകളെ, ധൈര്യമായിരിക്കുക, നീ സൗഖ്യമായിരിക്കുക എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് സമാധാനത്തോടെ പറഞ്ഞയച്ച കർത്താവേ, ഞങ്ങളോട് നീ കാണിക്കുന്ന സ്നേഹവും കരുണയും വാത്സല്യവും മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒപ്പം തന്നെ ആ ശതാധിപൻ്റെ വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. ആ രക്തസ്രാവക്കാരെ സ്ത്രീയുടെ വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. അത് വിശ്വാസത്തോടുകൂടി അങ്ങയെ സമീപിക്കുവാനും അങ്ങയോട് പ്രാർത്ഥിക്കുവാനും അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ വിശ്വാസത്തെയോ വിശ്വാസ ജീവിതത്തെയോ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ ശക്തികളിൽ നിന്നും നമ്മുടെ പീഡാസഹനത്തിൻ്റെ ശക്തിയെ ഞങ്ങളെ മോചിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുവഴി ഞങ്ങളെല്ലാവരും വിശ്വാസത്തെ സ്ഥിരീകരിക്കപ്പെടാൻ ശക്തി പ്രാപിക്കാനിടയാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു.